Hello friends, welcome back to Ting Tong. It's me Laura and Lena. അപ്പോൾ നമ്മൾ ഇറ്റ്സ് മീ ലിയ ആൻഡ് ലോറ എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് ലെനയാണ് നമ്മളുടെ കൂടെ ഉള്ളത്. കാരണം ലിയക്ക് ഇച്ചിരി പനിയാണ്, എനിക്കും ഉണ്ട് ഇച്ചിരി. പക്ഷെ ഒച്ച മാറിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ലൈക്ക് ഇറ്റ്സ് ഓക്കെ, ഞങ്ങൾ ഓക്കെയാണ്. കാലാവസ്ഥ മാറുന്നതിൻ്റെയാണ് ചുമയും എല്ലാം. അതുകൊണ്ട് എല്ലാവരും ഭയങ്കര സിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ലെനയാണ് വന്നിരിക്കുന്നത്. ലെന കുറേ ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ലെന? അല്ല, എന്താണ് എക്സ്പീരിയൻസ്? വീട്ടിൽ ചുമ്മാ വീട്ടിൽ ഞങ്ങളുടെ ഞാനും ലിയ ഉള്ള സമയത്തുള്ള കാണാറുണ്ടായിരുന്നോ? എനിക്കൊന്ന് ഞാൻ ആദ്യമായിട്ടാണ് ലെനയുടെ കൂടെ വരുന്നത്. കാണാറുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച എന്തായിരുന്നു ചെയ്തത്? കഴിഞ്ഞ ആഴ്ച പക്ഷെ ഇന്ന് ഞങ്ങൾ കുറെ ഐഡിയാസും പിന്നെ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നിങ്ങളോട് കൂടുതൽ സംസാരിക്കാനുള്ള എന്തായിരുന്നു അതൊന്നുമില്ല. നിങ്ങൾ ഇന്ന് ഞങ്ങളുടെ കൂടെ വിളിക്കണം. ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾ ചോദ്യം ചോദിക്കുന്നതിൻ്റെ കറക്റ്റ് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഗിഫ്റ്റുകൾ കിട്ടുന്നതായിരിക്കും. എന്തായിരിക്കും ഗിഫ്റ്റുകൾ? അത് സർപ്രൈസ് ആണ്. ഓക്കെ, അപ്പോൾ കുറേ ഗിഫ്റ്റുകൾ കിട്ടും. എന്നിട്ട് അത് ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടി എന്നാ ചെയ്യേണ്ടത്? വിളിക്കേണ്ട നമ്പർ 0423824991. ഞാനായിരുന്നു എപ്പോഴും നമ്പർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് ലെന ആയിരിക്കും പറഞ്ഞത്. ബിക്കോസ് ഞാനാണ് മൂത്തത്. കഴിഞ്ഞ ബാക്കിയുള്ള സമയം പുള്ളി ലിയ ആയിരുന്നു മൂത്തത്. ഇപ്പൊ ഞാനാണ് മൂത്തത്. അപ്പൊ ഞാനാണ് പറയണ്ടേ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെയാണ് നിൽക്കേണ്ടത്, ലെന ഇവിടെയാണ് നിൽക്കേണ്ടത്. ഓക്കെ, അപ്പം ഞങ്ങൾ വിളിച്ചിട്ട് ഞങ്ങൾ ചോദ്യം ചോദിക്കും. ഓക്കെ, അപ്പൊ നമ്മളൊരു ബ്രേക്ക് പോയിട്ട് വരാം. വെൽക്കം ബാക്ക് ടു ടിങ് ടോങ്. അപ്പം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലെനനെ വെൽക്കം ചെയ്യുകയാണെന്നോടി. എൻ്റെ കൂടെ ആദ്യമായിട്ടാണ് ലെന ഇന്ന് ആദ്യമായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഷോ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഞങ്ങളെ വിളിക്കുക. അപ്പൊ ഇത് ഞങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ടാലന്റ് എന്താ പറയാ ഷോക്കേസ് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് നിങ്ങൾ ഇത് ഉപയോഗിക്കുക. അപ്പൊ ഞങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് പാട്ട് പാടാൻ ആഗ്രഹമെങ്കിൽ പാട്ട് പാടുക. പിന്നെ ഡാൻസ് കളിക്കാനാണെങ്കിൽ ആഗ്രഹം ഡാൻസ് കളിക്കുക. അപ്പൊ ഞങ്ങൾ കാണില്ലല്ലോ, നമ്മൾ കാണില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഞങ്ങൾക്ക് വീഡിയോ അയച്ചുതരാം. അപ്പൊ ഞങ്ങൾ വിളിച്ച് പറഞ്ഞാൽ മതി, ഇപ്പൊ ഒരു വീഡിയോ അയച്ചു തരണം, അത് നിങ്ങളൊന്ന് കാണിക്കാൻ പറഞ്ഞാല് അല്ലെങ്കിൽ നിങ്ങൾ പാട്ട് പാടുമ്പോൾ ഞങ്ങൾ ഡാൻസ് കളിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മള് ആയിരിക്കും കേട്ടോ നമ്മുടെ പ്രോഗ്രാം ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ലെനയുടെ കൂടെ നമ്മൾ ആദ്യമായിട്ട് വന്നപ്പോ ഞങ്ങൾ പിള്ളേരാണ്. ലിയ വലുതായിരുന്നോണ്ട് ലിയക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങൾ പിള്ളേരല്ലേ. അതെ, ഷീ നോസ് ഹൗ ടു ടോക്ക് എക്സാക്ട്ലി. അപ്പൊ ലെന ഭയങ്കര ഇൻട്രോവേർട്ട് ആണോ? No, I'm not. ഇൻട്രോവേർട്ട് അല്ല, പക്ഷെ സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ട്, ലൈക്ക് അല്ലേ? No, it's not like starting problem. I can't talk. അതെ, നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോ എനിക്കറിയാം ലെനനെ, എനിക്കറിയാം, ലൈക്ക് ഐ നോ ലെന. അപ്പൊ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ I'm not scared at all. I don't know. I'm very scared. അത് കുഴപ്പമില്ല, യു വിൽ ഗെറ്റ് യൂസ്ഡ് ടു ഇറ്റ്. അപ്പൊ ഇതാണ് ലെന എന്ന് പറഞ്ഞാൽ ലെനയ്ക്ക് എന്തെങ്കിലും പേടിയായിട്ട് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ലെന ഇംഗ്ലീഷിൽ സംസാരിക്കും, അല്ലെങ്കിൽ അവൾ മലയാളത്തിൽ സംസാരിക്കും. ആര് പറഞ്ഞു? അത് മലയാളത്തിൽ സംസാരിക്കും, പക്ഷെ മലയാളം ഇംഗ്ലീഷ് ഒന്നിച്ചു അല്ലേ? I speak whitewashed Malayalam. അപ്പൊ എന്റെ ഫ്രണ്ട്സ് എല്ലാവരും പറയാറുണ്ട് ഞാൻ വൈറ്റ് വാഷ് മലയാളമാണ് സംസാരിക്കുന്നത്. ലെന വൈറ്റ് വാഷ് മലയാളമാണ് സംസാരിക്കുന്നത്. ഞാനും അതെ, എല്ലാരും അതെ, നമ്മളെല്ലാരും അതെ അല്ലേ? അതെ. അപ്പൊ ലെന എന്തെങ്കിലും ടോപ്പിക് കൊണ്ടുവന്നിട്ടുണ്ടോ? ഡിബേറ്റ് ടോപ്പിക്. നമുക്ക് ഡിബേറ്റ് ചെയ്യാം. അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുൻപ് നമുക്ക് ലൈക്ക് കഴിഞ്ഞ ആഴ്ച May 21 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വൺ ഓഫ് ദ ലെജൻഡ് ആക്ടേഴ്സ് മോഹൻലാലിന്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ബർത്ത്ഡേ കാരണം എനിക്കറിയാം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ മോഹൻലാലിന്റെ ബർത്ത്ഡേ അന്നാണ്. അപ്പൊ മോഹൻലാലിന്റെ കുറേ സിനിമകളുണ്ട്. ഇപ്പൊ ലെനക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ പറ മോഹൻലാലിന്റെ. I don't know, but then my അമ്മ പറഞ്ഞിട്ടുള്ള ലൂസിഫർ ഉണ്ട്, പിന്നെ താളവട്ടം. അമ്മ പറഞ്ഞ കേട്ടോ ഇതെല്ലാം. അമ്മ പറഞ്ഞ എന്താ വെച്ചാ പുലിമുരുകനുണ്ട്,
പിന്നെ മണിച്ചിത്രത്താഴം, പിന്നെ യോധ, ഇതൊക്കെ അമ്മ പറയാറുള്ള സിനിമകളൊക്കെ. He have acted more than 400 movies. ഞങ്ങൾ ഇത് ബർത്ത്ഡേ തന്നപ്പോ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ആക്ടേഴ്സ് കുറെ സ്റ്റോറി ഇടൂലോ ബർത്ത്ഡേ. Google പോയി type ചെയ്ത് how many movies did അപ്പൊ Mohanlal ഞങ്ങൾ act in? നോക്കി 400 more than. അബൌട്ട്. പിന്നെ തമിഴില് ജില്ല മറ്റേ വിജയുടെ കൂടെ ഒക്കെ അഭിനയിച്ച സിനിമകൾ കുറെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ കുറെ ലാംഗ്വേജസ് ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അമ്മ യോധ എന്ന് പറയുന്ന സിനിമ അമ്മ എപ്പോഴും പറയും, അമ്മ ഇപ്പോഴും കാണാനുള്ള സിനിമയുണ്ട്. എൻ്റെ അകത്ത് അക്കുസുട്ടു എന്നൊക്കെ പറഞ്ഞ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ എപ്പോഴും ഞങ്ങൾ പറയും. അപ്പം വെരി ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ടു മോഹൻലാൽ. താങ്ക് യു സോ മച്ച്. ഓക്കെ. അപ്പം നമ്മൾ ലെന പറഞ്ഞൊരു ഡിബേറ്റിംഗ് ടോപ്പിക് പറയാം. എന്താണ് ഡിബേറ്റിംഗ് ടോപ്പിക്? The question അല്ല, അതിന് മുമ്പ് വാട്ട് ഇസ് ഡിബേറ്റ് അറിയാമോ? ലൈക്ക് ഡിബേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ആർഗ്യുമെന്റ്. Okay, it's you're arguing on some topic. Oh, you're arguing on some topics. Very good. എന്നിട്ട് പഠിക്കുന്ന കുട്ടിയാണല്ലേ? Yes. അപ്പൊ എന്താണ് ടോപ്പിക്? ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ടെക്നോളജി is making kids smart or lazy. I don't know. What do you think? Technology is making kids smarter or I think lazy. ഇപ്പൊ എൻ്റെ കാര്യം തന്നെ നോക്കുവാണെങ്കിൽ ഞാൻ ഡിവൈസ് തുറന്നാലേ ഇറ്റ്സ് either Instagram, YouTube or TikTok. These are the only things I use it for. Education related stuff ടീച്ചർമാർ തരുവാണെങ്കിൽ പോലും like we get so lazy, like oh my god, we'll do it tomorrow. ക്ലാസ്സിൽ തന്നെ ഞാൻ ചെയ്യാറുള്ളൂ. അത് like I don't use devices for education. I think it's making just kids lazier. It does make smart because ക്ലാസ്സിൽ നമ്മൾ ഡിവൈസ് യൂസ് ചെയ്യാറുണ്ട്. Like there are quizzes, forms, all that. We do use that. It is both making them smart and lazy. അപ്പൊ നമുക്ക് But if you are so much into this, technology, you could get addicted. You can get addicted. Or like you could like fully into device, you won't have time to spend with your family and all. നമ്മൾ അത് പറഞ്ഞപ്പോഴാണ് let us speak about something. How can we make like how can we have fun without technology? എന്താണ് ലെനയുടെ ഒപ്പീനിയനിൽ 3 പോയിന്റ്സ് എങ്കിലും മാക്സിമം 3 പോയിന്റ്സ്. ഓക്കെ, ഒരു കോൾ ഉണ്ട്. ഹലോ. സംസാരിക്കുന്നത് സഞ്ജ. ഒന്നാമത് പറഞ്ഞേ. ഹലോ. കോൾ കട്ടായി പോയിട്ടോ. അത് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമ്മള് ടെക്നോളജി ഹൗ ടു ഹാവ് ഫൺ വിത്തൗട്ട് ടെക്നോളജി. അപ്പൊ 3 പോയിന്റ്സിൽ തന്നെ പറഞ്ഞു. അപ്പൊ ഞാൻ 3 points അല്ലെങ്കിൽ 2 പോയിന്റ്സ് പറഞ്ഞു. ഞാനൊരു 2 പോയിന്റ്സ് പറയാം. Okay, I would say like there are board games. Board games. Like you could have time with your family. Like sometimes family or friends. My family, like we always play. The cards. Very fun. And like we'll be like, oh my god, who's going to win? We'll be like there will be punishment also. Punishment if you lose. It's actually very fun to do like that. അതെ, നമ്മൾ പിന്നെ വേറെ കാര്യങ്ങൾ you could also have a break in these technologies also if you do these things. അപ്പൊ ഞാൻ എൻ്റെ ഇതിൽ വെച്ചിട്ട് ഞാൻ ഇത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ ഇത് ചെയ്തിട്ടുള്ള അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇന്നലെ നടന്ന കാര്യമാണ്. അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞങ്ങൾ ഒരാളുടെ ഫോൺ മാത്രമേ ഉപയോഗിച്ചുള്ളൂ. ലൈക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി മാത്രം ഒരാളുടെ ഫോൺ ഉപയോഗിച്ചു. ബാക്കി എല്ലാവരുടെയും ഫോൺ ഞങ്ങൾ ഡൈനിങ് ടേബിളിൽ വെച്ചിരിക്കുക. ബിക്കോസ് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വി ഹാവ് ടു ഹാവ് ഫൺ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരാളുടെ ഫോൺ മാത്രം ഫോട്ടോ എടുക്കാൻ വേണ്ടി ഉപയോഗിച്ചു. ബാക്കി എല്ലാവരുടെയും ഫോൺ മാറ്റി വെച്ചിട്ട്. അപ്പോൾ വി ഹാഡ് സോ മച്ച് ഫൺ കമ്പയർ ടു ഞങ്ങൾ പുറത്ത് വേറെ മാളിലോ അവിടെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എപ്പോഴും എല്ലാവരുടെ ഫോണിലായിരിക്കും ടിക്ടോക്ക് എടുക്കാം, വീഡിയോ എടുക്കാം, അതെല്ലാം എടുക്കാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അപ്പോൾ ഫോണിലായിരിക്കും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് സംസാരിക്കാൻ സമയമില്ല. ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് കോർട്ടിൽ പോയിരുന്നു കഴിക്കാനിരിക്കാൻ എല്ലാവരും കേക്കാലോ. ആരാ സംസാരിക്കുന്നേ? ഹലോ. My name is Sandra. ഹായ് സാൻഡ്ര. Hello. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നേ? I'm in 9th grade. ഞാൻ 9th grade. ഏത് സ്കൂളിലാ? I'm in Millennium. ഓ. Yeah. അപ്പം എക്സാം ഒക്കെ തുടങ്ങിയോ?
എക്സാം ഇല്ല, ജൂണിലാ തുടങ്ങുന്നത്. ജൂണിലേ തുടങ്ങുന്നുള്ളൂ അല്ലേ? ഇവിടെ ഞങ്ങൾക്ക് ജൂണിലാണ്. അപ്പൊ പഠിച്ച് തുടങ്ങിയോ അതോ പഠിച്ച് തുടങ്ങാൻ അടുത്ത എക്സാമിന് മുമ്പേ തുടങ്ങത്തുള്ളൂ? ഇല്ല, എല്ലാരും എന്നെ എക്സാമിന്റെ ഡേ ബിഫോർ ആണ് പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ ഞാനും അതെ. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ വീക്കെൻഡ്സിന്? വീക്കെൻഡ്സില് പ്ലാനൊന്നുമില്ല, വെറുതെ. അപ്പൊ അമ്മ പറഞ്ഞു പഠിക്കാൻ തുടങ്ങാം, അപ്പൊ അതുകൊണ്ട് പഠിക്കാന്ന് ഓർത്തു, അതല്ലാതെ വേറെ ഇല്ല. അപ്പൊ മോഹൻലാലിന്റെ ബർത്ത്ഡേ അല്ലായിരുന്നോ കഴിഞ്ഞ ആഴ്ച? അപ്പൊ ഏതെങ്കിലും 3 ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് പറയാം മോഹൻലാലിന്റെ അഭിനയിച്ച ഏതെങ്കിലും സിനിമയിലൊക്കെ? എനിക്ക് സിനിമ അറിയാം, ക്യാരക്ടേഴ്സിന്റെ പേര് അറിയത്തില്ല. എനിക്ക് ഫ്ലോറ ആരോ ഒരാള് ജില്ല എന്ന് പറഞ്ഞില്ലേ, വലിയ വിജയ് ഫാൻ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ജില്ല ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഞങ്ങൾ പറയാം ആട് തോമ ഏത് സിനിമയിലെയാ? കുഞ്ചാക്കോന്റെ സിനിമയല്ലേ? മോഹൻലാലിന്റെ സിനിമ ഏത് സിനിമ? മംഗലശ്ശേരി നീരനുണ്ട്. അതിലൊരു പാട്ടുണ്ട്. ഏത്? ആട് തോമയിലോ? അതിലൊരു പാട്ടുണ്ടല്ലോ, അറിയോ അത്? എനിക്കറിയത്തില്ല, പക്ഷെ അത് ഇവിടെ എല്ലാരും പാടുന്നൊക്കെ കേട്ടു. എനിക്കറിയത്തില്ല, പാട്ട് എനിക്കറിയത്തില്ല, പക്ഷെ ഇവിടെ അറിയോന്ന് ചോദിക്കാനായിരുന്നു. ഞങ്ങൾക്കറിഞ്ഞൂടാ. അറിയില്ല? ഞങ്ങൾക്കറിഞ്ഞൂടാ. ഏലിമല പൂഞ്ചോലയാണോ? അതല്ല. അതല്ല. പിന്നെ ഇത് അത് ഓർമ്മകൾ എന്ന് പറഞ്ഞ പാട്ട്. ഓർമ്മകളോ? ഓർമ്മകൾ അതാണോ? അത് പാട്, സാൻഡ്ര പാട്. ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, ഞങ്ങൾക്ക് ജസ്റ്റ് ഇതറിഞ്ഞ. എന്റെ കൂടെ പാടാം. കൂടെ പാടാം. ഓക്കെ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ കൂടെ പാടാം. അത് ശരിയാവൂല, ഞങ്ങളല്ലല്ലോ പാട്ട് പാടുന്നുണ്ട്. സാൻഡ്ര പാട്ട് പാട്, എന്നാലേ ഞങ്ങൾ തുറന്നത്തുള്ളൂ. സാൻഡ്ര പാട്ട് പാടാൻ തുടങ്ങിയൊക്കെ അല്ല, എനിക്ക് ഞങ്ങൾ ഗിഫ്റ്റ് തരാം പാട്ട് പാടിയ. പാടിക്കാം. ഞങ്ങൾ കൂടെ പാടാം. ഇച്ചിരി കൂടെ പാടിക്കാം. അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. ഇച്ചിരി കൂടെ പഠിക്കാം. ഇല്ല, എനിക്ക് എത്ര അറിയത്തുള്ളൂ, അതുകൊണ്ടാ. ആണോ? കുഴപ്പമില്ല, നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്റെ കൂടെ പാടുന്നു പറഞ്ഞിട്ട് പാടി. ഞാൻ പാടിയല്ലോ. ഞാൻ കണ്ടില്ലല്ലോ. എനിക്ക് ഏലിമല പൂഞ്ചോലയാണ് ഇഷ്ടം. അത് പാടി, അതും പാടാവോ? എനിക്കത് അറിയത്തില്ല. കുഴപ്പമില്ല. നിങ്ങളുടെ പേരും നിങ്ങളുടെ പേരറിയാം. നിങ്ങൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 9ാം ക്ലാസ്, സെയിം 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മള് റിഡിലേക്ക് പോയാലോ? ഓക്കെ. അപ്പൊ ലെന ചോദിക്കുന്നത് ഞാൻ ചോദിക്കണോ? Okay. It is always hungry and lives only if you feed it, but it dies when you feed water. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാവോ? It is always hungry and lives if you feed it, but it dies when you feed water. Hello? When you feed water. Yeah. ഫയർ ആണോ? അതെ. You got the answer right. ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. Thank you. Congratulations. പിന്നെ എനിക്കൊരു പാട്ട് പാടി തരാമോ നിങ്ങള്? പാട്ട് പാടണോ? നിങ്ങളൊരു പാട്ട് ഞങ്ങൾ ഒന്നിച്ചൊരു പാട്ട് പാടാം. ലെനക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പറ. അപ്പൊ ഞങ്ങൾ ലെന പാടുന്ന കേട്ടിട്ടുണ്ട്. പസൂരി ഇല്ലേ? അതോ മറ്റേ വേറൊരു ഹിന്ദി പാട്ട് പാടുന്നുണ്ടോന്നല്ലോ, വേറൊന്നും വരുന്നത്. അബി, അതുപോലെ പ്ലീസ്. എനിക്ക് അത് ഭയങ്കര ഇഷ്ടം. എനിക്ക് കേൾക്കാനൊരു കുറച്ച് ഹൈപ്പ് ഉണ്ട്, ഒച്ച പോയിരിക്കുകയാണ്. അത് കുഴപ്പമില്ല, ഞാൻ കൂടെ ഒച്ച പോയാലും ഞാൻ കൂടെ പാടാം. കുഴപ്പമില്ല, പ്ലീസ്. എനിക്ക് കേൾക്കാൻ. അതെ, ഓക്കെ. ലെന പാടാൻ പോവാണ്. യെസ്. ഓക്കെ. 3, 2, 1 സ്റ്റാർട്ട്. अभी मुझ में कहीं बाके थोड़ी सी है जिंदगी, जगी धड़कन नहीं
जाना जिंदा हूँ मैं तो अभी कुछ ऐसी लगन इस लम्हे है ये लम्हा कहता मेरा Oh my god, It was very good. അപ്പൊ yo ഇച്ചിരി കൂടെ പാട്. अब बाकी lyrics അത് പാട്. इसे छोड़ो जरा मर जाऊं या जीनो जरा खुशियाँ चूम लो यारो लो सदा मर जाऊं या जीरो जरा നന്നായിട്ട് അടിപൊളിയായിട്ട് പാടിയിട്ട്. പക്ഷെ സാൻഡയുടെ കൂടെ ഉള്ള കോൾ കട്ടായി പോയി. പക്ഷെ സാൻഡ കറക്റ്റ് ആൻസർ പറഞ്ഞുകൊണ്ട് ഗിഫ്റ്റ് ഉണ്ട്. കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് 800825 എന്ന നമ്പറിലേക്ക് വിളിച്ച് ഓഫീസിൽ വന്ന് കളക്ട് ചെയ്യാവുന്ന കേട്ടോ ഗിഫ്റ്റ്. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന അറ്റ് ദി എൻഡ് ഓഫ് ദ ഷോ ഞങ്ങള് ഒരു ലക്കി വിന്നറിന് 1 adult couple entry ticket to Dubai Crocodile Park കൊടുക്കുന്നതായിരിക്കും കേട്ടോ. സോ 1 lucky caller. അപ്പൊ അവസാനം വീഡിയോയുടെ അവസാനം എല്ലാവരും വിളിക്കോ. അപ്പൊ നിങ്ങൾക്ക് ചാൻസ് കിട്ടും. വിളിക്കുന്ന നമ്പർ 04238249 എന്റെ പണിയില്ല. അപ്പൊ നമ്മൾ സംസാരിച്ചോണ്ട് ഇരുന്നത് ഹൗ ടു ഹാവ് ഫൺ വിത്തൗട്ട് ടെക്നോളജി. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങള് ഗെറ്റ് ടുഗദറിനൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങൾ ഇന്നലെ അപ്പൊ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു ഗൈസ്. ഞങ്ങള് ഇല്ലുമിനാറ്റി പാർട്ടികളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പറയുമ്പോ എനിക്ക് മനസ്സിലാവുന്നു. Oh my god, you know one thing, music is actually a painkiller. ഓക്കെ, നമ്മൾ അതിന് മുമ്പ് നമ്മളൊരു ബുക്ക് അല്ലെങ്കിൽ മൂവി റെക്കമെൻഡേഷൻ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഇന്ന് ഞങ്ങൾ ഒരു മൂവി റെക്കമെൻഡേഷൻ ആയിട്ട് വന്നിരിക്കുന്നത് ലെനയായിരുന്നു വന്നിരിക്കുന്നത്. ലെന കുറെ റീസർച്ച് ചെയ്തിട്ടുണ്ട്. ലെന ഏതാണ് മൂവി? Okay, the movie is The Book of Life. The Book of Life, yes. Okay, so I'll just summary alla like short a part of the story ഞാൻ പറയാം. In a bid to save the love of his life, Manolo sacrifices himself and is transported to the land of the remembered. When he reunites with his dead ancestors, he strives to get his life back. So I think you've already seen ഞാൻ സിനിമ കണ്ടു. അത് എനിക്ക് തോന്നുന്നു നെറ്റ്ഫ്ലിക്സിലോ എന്തോ ഉണ്ട് സിനിമ ഓൾറെഡി. അപ്പൊ നിങ്ങൾക്ക് അവിടെ പോയി കാണാം. ഞാൻ കണ്ടു സിനിമ ഓൾറെഡി. Actually the movie is great. ഞാനും കണ്ടിരുന്നു. Like it was is that he sacrifices. Very adventurous. Yeah. അപ്പൊ നമുക്കിപ്പോ ഒരു കോൾ കേട്ടോ. ഹലോ ഹായ്. ഹലോ, ആരാ സംസാരിക്കുന്നേ? ഹലോ ഹായ്. ഹലോ ഇന്ന് ലിയ ഇല്ല കേട്ടോ, ഇന്ന് ലെനയാ. ഓർക്കുന്നുണ്ടല്ലേ? എനിക്ക് തോന്നുന്നു അലോക്ക് ആദ്യം വിളിച്ചപ്പോ ലെനയായിരുന്നു അല്ലേ? ലെന എല്ലാവർക്കും ഉണ്ടായിരുന്നേ. ഇന്ന് ലെനയും ലോറയും. കഴിഞ്ഞ പ്രാവശ്യം ലിയയും ലെനയും ആയിരുന്നു ആദ്യം വിളിച്ചപ്പോ. അപ്പൊ എന്തൊക്കെയുണ്ട്? സുഖമാണോ? ഇന്ന് വീക്കെൻഡിൽ എന്തൊക്കെ ചെയ്യുന്നേ? വീക്കെൻഡ് എന്നാ ചെയ്യുന്നേ? പുറത്തു പോകുന്നില്ലേ? പുറത്ത് പോയി. എവിടെയാ പോയേ? പോകും. എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എവിടെ പോകുന്നതെന്ന് വല്ല പ്ലാൻ ഉണ്ടോ? ഹലോ എനിക്ക് തോന്നുന്നു കോൾ കുഴപ്പമില്ല. ബട്ട് യെസ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നില്ല മ്യൂസിക്കിനെ കുറിച്ച്. പവർ ഓഫ് മ്യൂസിക്. യെസ്, the power of music is that it's a painkiller. Like music is a painkiller. അത് എന്റെ മ്യൂസിക് ഇസ്, ഞങ്ങൾ രണ്ടുപേരും മ്യൂസിക് ഡിഫറെന്റ് അല്ല. എന്റെ മ്യൂസിക് എന്താണ് ടൈപ്പ്? There's nothing like type. Then it's not like that, but then I like calm music. Like calm music when I'm like not sad, but then like at times you feel like okay, it's time for a calm music. You put calm music, but then you know it's like when it's a party or something, it's like birthday party or like it's a wedding or something. I want to play a rock kind of like. മനസ്സിലായി. Yeah, like that way. That's what. അതാണ് ഇപ്പൊ എന്റെ എന്ന് പറഞ്ഞാല്
അടിപൊളി പാട്ട്, അടിച്ച് പൊളിക്കാൻ പറ്റുന്ന പാട്ട്. ഇപ്പൊ ഇവൻ ഇഫ് ഐ എം സാഡ്, എനിക്ക് അങ്ങനത്തെ പാട്ട് കേട്ടാൽ എൻ്റെ മൂഡ് ഇറ്റ് വിൽ ബി ദി ഹോൾ ഓപ്പോസിറ്റ്. ലൈക്ക് ഐ എം സാഡ്, ഐ പുട്ട് വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ്, വൺ ഓഫ് ദ അങ്ങനത്തെ എൻ്റെ ടൈപ്പ് പാട്ട് വെച്ചാൽ ഐ വിൽ ബി ഹാപ്പി ഓട്ടോമാറ്റിക്കലി. എൻ്റെ ലൈക്ക് ഇറ്റ്സ് ആക്ച്വലി എ പെയിൻ കില്ലർ. one song that you like the most? കൽബും കട്ടി, പിന്നെ ഈയിടയ്ക്ക് എന്നെ I told you one song. Just one. Just pick. I know what you like. Just pick all in all that. Just one. കൽബും കട്ടി. Okay. Okay, നല്ല പാട്ടാണ്. It's very good. I've heard it. You've heard it, right? It's I don't know, for some reason it's very feel. And movies, my god, there are feel good movies that's like making my day the best. There are many movies അത് നമുക്ക് പറഞ്ഞാൽ തീരത്തില്ല. അപ്പൊ മ്യൂസിക് is a power. The power of music is that it's a painkiller. പിന്നെ Well, it's not really painkiller. I think it's like, wait, you can't say mood killer. Wait. മൂഡ് കില്ലറാ? Not mood killer. No, it's മ്യൂസിക് ഇവിടെ പെയിൻ കില്ലർ എന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോ ലീലനെ പറയാണ് മൂഡ് കില്ലർ. No, it's not mood killer. Yeah, it's mood maker. Yeah, sorry, not killer. Mood maker. പിന്നെ ഒന്നുമില്ല, കുഴപ്പമില്ല. നമുക്ക് Yes, let's do the next topic. അപ്പൊ നമ്മൾ ബുക്കിനെ കുറിച്ച് പറഞ്ഞ, അല്ല മൂവി റെക്കമെൻഡേഷനെ കുറിച്ച് പറഞ്ഞായിരുന്നു, ദ ബുക്ക് ഓഫ് ലൈഫ്. അപ്പൊ നിങ്ങൾ അത് കണ്ട് പറയുക എങ്ങനെയുണ്ടായിരുന്നു. If what I told is wrong, please call us. ഞങ്ങൾ തെറ്റായിരിക്കും പറഞ്ഞത്, നിങ്ങളത് വിളിച്ചിട്ട് പറയണോ, അതേ തെറ്റാട്ടോ പറഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ഇതാട്ടോ എന്ന് ഞങ്ങളോട് വിളിച്ച് പറയണം, എന്നാലേ നമുക്ക് തിരുത്താൻ പറ്റത്തുള്ളൂ. പക്ഷെ ഞങ്ങൾ സിനിമ കണ്ടു, ആക്ച്വലി ഞാൻ സിനിമ കണ്ടു. ഒരു ലൈക്ക് എനിക്ക് തോന്നുന്നു അതിൻ്റെ 2 പേര്, ഓക്കെ, എനിക്ക് ലൈക്ക് 2 people. അങ്ങനെയാണ്, ലൈക്ക് അങ്ങനെയാണ്. ഓരോ സോൾജർ പോലത്തെ ഒരാളുണ്ട്, പിന്നെ other one who is on to music. മരിയ മേരി എന്തോ ആണ് മറ്റേ ഗേൾസ് നെയിം. ഞാൻ ഇത്തിരി മുമ്പാണ് കണ്ടത്, കുറെ നാളായി ഗൈസ്. ഞാൻ പഠിക്കുന്നതിന്റെ സ്ട്രെസ്സിൽ ഇതെല്ലാം മറന്നുപോയി. ഓക്കെ, അപ്പൊ ലെന എക്സാം ഇസ് ഓൺ ഐ തിങ്ക് ജൂണിൽ ഫസ്റ്റ് വീക്ക് ഞങ്ങൾക്ക് തുടങ്ങുന്നു. അടുത്ത ആഴ്ചയല്ലേ? യെസ്, അടുത്ത ആഴ്ച തുടങ്ങും. അടുത്ത ആഴ്ച എക്സാം തുടങ്ങുന്നതായിരിക്കും. ഞങ്ങൾ എന്നാ ചെയ്യണം, ഞാൻ പഠിച്ചു തുടങ്ങി. പക്ഷെ അതിൽ ഒരു പാട്ടും കൂടെ പാടാൻ ആഗ്രഹമുണ്ടോ? ഇല്ല. ആഗ്രഹമുണ്ട്. ഞാൻ പുറത്ത് വെച്ച് പറയാം, നമ്മള് പസൂരി പാടുമെന്ന് പറഞ്ഞു. അയ്യോ, ഇനി അടുത്ത പാട്ട് അന്ന് ലോറ് പാട് ഞാൻ പാടിയില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എനിക്ക് ഇച്ചിരി തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട്. ഞാനും പറഞ്ഞു എനിക്ക് പറ്റില്ല. തൊണ്ടയ്ക്ക് പ്രശ്നമില്ലാത്ത ഒരു പാട്ട് പാടണ്ട. ഒരു വേറെ പാട്ട് പാടാനാണ് എനിക്ക് പറ്റത്തില്ല. വേറെ പാട്ട് പാടുന്നില്ല, അല്ലെങ്കിൽ പാടാൻ പറ്റുന്ന ലൈക്ക് ലോ ലൈക്ക് പാടാൻ പറ്റുന്ന ഒരു പാട്ടാണ്. പാട്ട് പാടണ്ട, അതാണ് പറഞ്ഞത്. ഞാൻ പറയണ്ടായിരുന്നു പാട്ടിന്റെ കാര്യം. ഓക്കെ, അപ്പൊ ഞാൻ 3 കാര്യം, അല്ല ഇപ്പൊ ഒരു ജീനി ലെനയുടെ മുമ്പിൽ വന്നെന്ന് വെച്ചോ, ഒരു അലാദിന്റെ ലാമ്പ് ലെന തുടച്ചു. നമ്മൾ രണ്ടുപേരും പാടാൻ ഒരു പാട്ട് പ്ലാൻ ചെയ്തില്ല. അതൊന്നും പാടാം പ്ലീസ്. എന്നെ ഡിസപ്പോയിന്റ് ചെയ്യരുത് ലെന, പ്ലീസ്. ലോറെല്ലാരും മുമ്പ് പറഞ്ഞത് നമ്മൾ പാട്ട് പാടുന്നുണ്ടെന്ന്. പക്ഷെ നമുക്ക് 2 പേരും ഒന്നിച്ച് പറഞ്ഞല്ല. പ്ലീസ് പാടാം, പ്ലീസ്. ഞാൻ വേണേ ഹെൽപ്പ് ചെയ്യണം. പ്ലീസ് പാട്. നമ്മൾ തുടങ്ങി. ലാസ്റ്റ് ടൈം പറഞ്ഞ പോലെ എനിക്ക് കൂടണം, ഓക്കെ? അല്ലെങ്കിൽ ഞാൻ അല്ല, മുമ്പത്തെ ഞാൻ കൂടിയിരുന്നു. അത് ലെന കേൾക്കത്തില്ല. എന്നെ പാടുമ്പോഴത്തേനും നമ്മൾ കേൾക്കില്ലല്ലോ. സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 1 2 3. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ലെന കുഴപ്പമില്ല. ലെന നമ്മള് പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു, അലാദിന്റെ ലാമ്പ് ലെന തുടച്ചെന്നിരിക്കട്ടെ. ഞാൻ ചെയ്തില്ലെങ്കിലോ? ഓൾറെഡി ചെയ്തു പോയി. ഓക്കെ, ഇപ്പൊ ചെയ്തു. ഒരു ജീനി പുറത്തു വന്നു. എന്നിട്ട് ജീനി പറഞ്ഞു 3 വിഷുകൾ പറയാൻ. എന്തായിരിക്കും 3 വിഷുകൾ? 3 വിഷുകൾ എന്ന് പറഞ്ഞാൽ okay, to have peace in the world. No discrimination. No inequality. Yes. All that. No. അതെല്ലാം ഉണ്ട്. ഓക്കെ, that is all included in that one. In the peace. Okay, രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ wait, എന്തെങ്കിലും ഉണ്ടാവൂല. പറ, come on, try. Like പെട്ടെന്ന് പറയുവാണെങ്കിൽ ഞാൻ എന്ത് പറയും? ഒരു ഡോഗിനെ വേണമെന്നോ, ഒരു പെറ്റ് ഡോഗിനെ വേണമെന്നോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും വേണ്ടേ? പെറ്റിനെ വേണ്ടേ? പെറ്റിനെ വേണം, പക്ഷേ ലൈക്ക് I can't waste that for that 2 wishes. ഒരു പുതിയ ഫോൺ വേണമെന്നോ? അങ്ങനെയൊക്കെ ആഗ്രഹമാണ് ഞാൻ പറയുന്നത്. ലെന പോയി പറഞ്ഞോ പീസ് ഇൻ ദ വേൾഡ്.
പറയുക. you tell me എക്സാമിന് നല്ല മാർക്ക് കിട്ടുക, Okay, I would പിന്നെ say നല്ല that, get good marks. ഗുഡ്, അത് രണ്ടാമത്തെ. അപ്പൊ മൂന്നാമത്തെയോ? മൂന്നാമത്തെ എന്താണ് ഇല്ലന? No, I have nothing. So you tell 3 and then I'll think. ഞാൻ മൂന്നെണ്ണം പറയുന്ന സമയത്ത് ലെന തിങ്ക് ചെയ്യും. അപ്പൊ എനിക്ക് തിങ്ക് ചെയ്യാൻ സമയമില്ല. Oh, അപ്പൊ ഞാൻ രണ്ടെണ്ണം പറഞ്ഞു തിങ്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ തിങ്ക് ഓക്കെ. ഞാൻ പറഞ്ഞു എക്സാമിന് നല്ല മാർക്ക് വെക്കണം. ഈ എക്സാമിന് നല്ല മാർക്ക് വെക്കും. നല്ല മാർക്ക് കിട്ടിയാൽ എനിക്ക് എല്ലാത്തിനും നല്ല മാർക്ക് വേണം. എല്ലാത്തിനും നല്ല മാർക്ക് കിട്ടണം. പിന്നെ അപ്പോൾ എന്നിട്ട് എക്സാമിന് നല്ല മാർക്ക് കിട്ടി കഴിഞ്ഞിട്ട് അമ്മ പുതിയ ഫോൺ വാങ്ങിച്ചു തരും. ഓക്കെ. എന്നിട്ട് അടുത്തത് ഫോൺ ആദ്യത്തെ എക്സാമിൻ്റെ കൂടെ കിട്ടുന്ന കേട്ടോ. എക്സാമിന് നല്ല മാർക്ക് കിട്ടിയാൽ ഫോൺ വാങ്ങിച്ചു തരും, പുതിയ ഫോൺ. രണ്ടാമത്തെ നത്തിങ് ഫോൺ. രണ്ടാമത്തെ ഒരു എനിക്ക് വേണ്ട പ്രൊഫഷൻ എന്താണോ അത് ആകാനുള്ള വിഷയം. What profession do you want to be? കളിയാക്കരുത്. I think IFS officer. Okay, I think it's called like Indian Foreign Service. പറഞ്ഞു ഇന്ത്യൻ ഫോറിൻ സർവീസ്. എന്റെ ഫ്രണ്ട് വിചാരിച്ചു ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എന്ന് പറഞ്ഞിട്ട് നീ ഫോറസ്റ്റിലാണ് പോയി വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു. മൂന്നാമത്തെ എനിക്കൊരു വണ്ടി വാങ്ങിക്കണം. അത് വലുതാമത്തേക്ക് വാങ്ങിക്കുമല്ലോ. ലെനയുടെ മൂന്നാമത്തെ പ്ലീസ്. എനിക്ക് തിങ്ക് ചെയ്യാൻ സമയം കിട്ടിയില്ല. അപ്പൊ ഇത്ര നേരം എന്നോട് ചെയ്തോണ്ടിരുന്നില്ല. I don't know. ഞാൻ ലിസണിങ് ടു മീ. ഓക്കെ. അപ്പൊ നമ്മള് എന്താണ് ഇപ്പൊ സംസാരിക്കുന്നത്? നമ്മളിപ്പോ പുതിയ സിനിമകൾ കുറെ റിലീസായി. മൂവി ടർബോ മമ്മൂട്ടിയുടെ സിനിമ ടർബോ ഇറങ്ങിയിട്ടുണ്ട്. വൈശാഖ് ഡയറക്ട് ചെയ്ത സിനിമയാണ് ടർബോ. നല്ല മാസ് സിനിമയാണ്. ഓക്കെ. അപ്പൊ കന്നഡ ആക്ടർ രാജ്ബി ഷെട്ടിയാണ് വില്ലൻ. അപ്പൊ നിങ്ങൾ കാണുക, നല്ല അടിപൊളി സിനിമയാണ്. മമ്മൂട്ടി ഫാനുകൾ എല്ലാവരും പോയി കാണുക. അതെ, മാസ് ആക്ഷൻ സിനിമയാണ്. നിങ്ങൾ പോയി കാണുക. എന്റെ കൂട്ടുകാരൊക്കെ പോയി കണ്ടു. അപ്പൊ എല്ലാരും പറഞ്ഞു ലോറ പോയി കാണുക, അടിപൊളി സിനിമയാന്ന് പറഞ്ഞു. കാണാം. ഞാൻ വീക്കെൻഡ് ഇരിക്കുകയായിരുന്നു കാണാൻ. ഞാൻ നാളെ പോയി കാണും, അല്ലെങ്കിൽ ഇന്ന് പോയി കാണും ഗൈസ്. അപ്പൊ എല്ലാരും പോയി കാണുക, അടിപൊളി സിനിമയാണെന്നാണ് കേട്ടത്. അപ്പൊ ടർബോ നിങ്ങൾ പോയി കാണുക. അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞിരുന്ന എപ്പോഴും ഞാൻ ലീവ് ഉള്ള സമയത്ത് ഞങ്ങൾ ഫൺ ഫാക്ട് കാണാറുണ്ടെന്നല്ല പറഞ്ഞു. അപ്പൊ ഞാൻ ഫൺ ഫാക്ട് കുറെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. Okay, so tell me one fact. Wait, no, I once told that people who have blue eyes are all related. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ലിയോട് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, everyone who has blue eyes is always related. Because when the first, okay, that's so much to talk. Okay, still continue. അപ്പൊ ആദ്യത്തെ, do you know shark മറ്റേ I think I don't know who shark is. ഷാർക്കില്ലേ, അപ്പൊ ഷാർക്ക് can only move forward, it cannot go backward. If it goes backward, it will die. Okay. Oh, so it can't go backward. It can't go backward. പോയാൽ so what if we're swimming and it's coming, we could just go like this, no? അല്ല, അത് തിരിഞ്ഞു വരാം. അത് വരാം, അല്ലാതെ ഇങ്ങനെ ബാക്കിലേക്ക് സ്വിം ചെയ്യാൻ പറ്റത്തില്ല. Oh, like this. Okay, ഇങ്ങനെ പുറകിലേക്ക് പോകാൻ പറ്റത്തില്ല. Oh, okay. നമുക്കൊരു ബ്രേക്ക് പോയിട്ട് വരാം ഗൈസ്. വെൽക്കം ബാക്ക് ടു ടിങ് ടോങ്. അപ്പോൾ നമ്മള് ഒരു ന്യൂസ് ഉണ്ട് കേട്ടോ ഗൈസ്. നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ന്യൂസ് ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ UBL TV ആദ്യമായിട്ട് നമ്മൾ ഒരു മലയാള ചരിത്രത്തിൽ അതെ ഒരു സിനിമ ഇറക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും കാണുക. അതെ റിലീസ് ചെയ്യൂ. അതെ, UBL TV ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്ന സിനിമയാണ് കേട്ടോ. അപ്പൊ ഇന്ന് രാത്രി 9:30 കാണുക. ഓക്കെ. അല്ല, ഈ സിനിമയുടെ പേര് ഇന്നലകൾ തളിർക്കുമ്പോൾ. ഓക്കെ. അപ്പൊ നിങ്ങൾ എല്ലാവരും കാണേണ്ട സിനിമയാണ് ഗൈസ്. നിങ്ങൾ ഇന്ന് കാണുക. ഓക്കെ. 9:30 ഇന്ന് രാത്രി 9:30. അപ്പൊ നമ്മൾ സിനിമ കാണുക ഗൈസ്. ഓക്കെ. അപ്പൊ നമ്മൾ ടെർബോനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ഞങ്ങള് UBL TV ഇറക്കുന്ന പുതിയ സിനിമയുണ്ട്. അപ്പൊ നിങ്ങൾ അതും കാണുക. അപ്പൊ എല്ലാം നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം. ഓക്കെ. അപ്പൊ നമ്മൾ എന്തായിരുന്നു സംസാരിച്ചോണ്ടിരുന്നത്? ഫൺ ഫാക്ട്സ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഷാർക്ക് ക്യാൻ സ്വിം ഫോർവേഡ് ബട്ട് cannot go backward because it dies. ഓക്കെ. അടുത്തത് unicorns are real? No, unicorns, right? You know what unicorns are, right? Lenada, one of the best. What is it? No, 6th class വരെ എന്ന് തോന്നുന്നു. Not 6th class. Since grade 4.
since grade 4 to since till 6th grade onwards ലെനയുടെ I never used to like unicorn in എല്ലാ യൂണിക്കോൺ, ഉടുപ്പ് യൂണിക്കോൺ, പാന്റ് യൂണിക്കോൺ, മാല യൂണിക്കോൺ, കണ്ണാടി ഉണ്ടെങ്കിൽ സൺഗ്ലാസ് യൂണിക്കോൺ, എല്ലാ യൂണിക്കോൺ ആണ്. No, അങ്ങനെയൊന്നുമല്ല. You know unicorn is the official national of Scotland. animal of Scotland. Yes. I know all this. I'm learning GK. Very good. I am very proud of you. I'm learning countries, capitals, flags, their national. You know, a single ant, ഒരു ഉറുമ്പിന് can carry 50 times his own body weight. അത്രയും വെയിറ്റ് ഉള്ള ഉറുമ്പിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ barely 1 gram. അപ്പൊ 50 gram അത്രേ ഉള്ളൂ. സിമ്പിൾ കാര്യം. No, but then like how is that possible? How is that possible? Yeah. അത് അതിന്റെ അങ്ങനെയാണ്. Okay. അങ്ങനെ പറയുവാണെങ്കിൽ അങ്ങനെയാണ്. അപ്പൊ ആന്റിന്റെ കാര്യം പറഞ്ഞു. പിന്നെ ഹോഴ്സ്, യു നോ ഹോഴ്സ്? Yes. Horse are I capable. like pony also. Other than unicorn, I like ponies. Pony. It's real, so I like pony more. Okay, horse is capable of seeing nearly 360 degrees of it at a time. 360 degrees എത്രയാണെന്ന് അറിയാവോ? വട്ടം. Yes. How can it see back? Oh. How can it see back? തിരിയാ പോരെ. അപ്പൊ നമ്മൾക്കും തിരിയാണെങ്കിൽ നമ്മൾക്ക് 360 കാണാൻ പറ്റില്ലേ? Stop. Google തെറ്റാണ്. One jellyfish is immortal. Its name is Tutopis dofti. പേര് തെറ്റിക്കണ്ട. Dogs can detect cancer in their owner's body. That's a good one. Get a dog. Next one. Okay. Do you know pandas love to be alone? Yeah. Pandas like to be alone. Yeah, they like to be alone. Don't disturb them. Yeah, guys. Monkeys always eat bananas after peeling. മനസ്സിലായില്ല. ഓ, മുഴുവനും പീൽ ചെയ്ത് കഴിഞ്ഞിട്ട് ബനാനസ് കഴിക്കത്തുള്ളൂ. അങ്ങനെയായിരിക്കും. ഹാഫ് ചെയ്തിട്ട് ഓക്കെ, അങ്ങനെയായിരിക്കും. അപ്പൊ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടല്ലോ? എനിക്കൊന്നുമില്ല. ഞാൻ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല ഗൈസ്. Okay, could I ask you a question like a riddle, but then you still won't get a gift. Okay. So, ഗിഫ്റ്റ് കിട്ടൂല. അതാണ് ശരിയാവില്ല. ഞാൻ കറക്റ്റ് ആൻസർ പറഞ്ഞാൽ എനിക്ക് ഗിഫ്റ്റ് വേണം ഗൈസ്. No, that's not possible. ഓക്കെ, എന്നാ പറ. Okay, what runs around the whole yard without moving? Fence. Okay. Before Mount Everest was discovered, what was the highest mountain on earth? ഹിമാലയാസ്. ഓ, മൗണ്ട് എവറസ്റ്റിന്റെ അകത്ത് ഹിമാലയം എല്ലാം ഒരെണ്ണമല്ലേ? ആണോ? No. Before Mount Everest was discovered, what was the highest mountain on earth? There was no other highest mountain on earth. It's still Mount Everest. That time they did not discover it was Mount Everest. No, bro, it's in this. I can't tell. Okay. അപ്പം കുഴപ്പമില്ല ഗൈസ്, നമ്മുടെ സമയം എന്തായിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ വിളിക്കാൻ പറ്റാത്തവര് പ്ലീസ് ഗൈസ് അടുത്ത ആഴ്ച വിളിക്കേണ്ടതാണ്. ഓക്കെ, അടുത്ത ആഴ്ച വിളിക്കേണ്ടതാണ് ഫ്രം 4 to 5 every Saturday. ഓക്കെ, അപ്പോൾ സൈനിങ് ഓഫ്, Lena and Laura. Bye guys, see you guys next time.